നിങ്ങൾ? ഷിയാസ്, ഞാൻ നമ്മുടെ ബ്രഹ്മാവിന്റെ വാപ്പ. ഞാൻ കുഷ്ഠരോഗിയുടെ അച്ഛൻ. ഇയാള്? ഞാൻ ഹനുമാന്റെ യേശുക്രിസ്തുവിന്റെ ഡാഡി. വീരപ്പന്റെ അച്ഛനായിരിക്കും അല്ലേ? വീരപ്പന്റെ വാപ്പ അവന്റെ തലവട്ടം കണ്ടപ്പോ തന്നെ പോയി. ഞാൻ വീരപ്പന്റെ മാമ. അതെല്ലേ? അസ്സലാമു അല്ല മദറെ. മക്കളുടെ കോലം കണ്ടല്ലോ. അത് ഫാൻസി ഡ്രസ്സിന്റെ കോസ്റ്റ്യൂം അല്ല മാഡം. അതല്ല, ഇവന്മാരെന്നും ഇവിടെ കിടന്ന് അടിയും വഴക്കുക. ഇങ്ങനെയാണെങ്കിൽ എല്ലാത്തിനും ഞാൻ TC നിന്ന് പറഞ്ഞു വിടും. സജിൻ അത്യാവശ്യം പഠിക്കുമായിരുന്നു, ഇപ്പൊ അവനും കണക്കാ. അവന്റെ കൂട്ടുകെട്ടാണ് മിസ് പ്രശ്നം. ആ ചെറുക്കനായിട്ട് കൂടിയതിനു ശേഷം ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായത്. എനിക്കൊരു കാര്യം പറയാണ്ട്, ഇനി മേലില് എന്റെ മോനോടൊപ്പം അവൻ ഇരുത്തരുത്. ഏത് ചെറുക്കൻ? ആ കുഷ്ഠരോഗി. എന്നാൽ നിങ്ങളുടെ യേശുക്രിസ്തുവിനോട് പറ നമ്മുടെ കുഷ്ഠരോഗിയുടെ കൂടെ ഇരിക്കേണ്ടത്. ബൈബിളിൽ പറഞ്ഞാൽ അങ്ങനെയാണോ? അല്ലല്ല. ശരി മദറേ, എന്താണെന്ന് വെച്ചാൽ അറിയിച്ചാൽ മതി. യേശുക്രിസ്തുവിന്റെ ഡാഡിയാണ് പോലും. വിനോ, നീയാണ് അവരെയൊക്കെ ചീത്തയാക്കുന്നതെന്നാണ് അവന്മാര് പറയുന്നത്. ആര് പറഞ്ഞു? സജിൻ അങ്ങനൊന്നും പറയൂല. എടാ, സജിൻ പറഞ്ഞില്ലെങ്കിൽ എന്താടാ, അവൻ്റെ അച്ഛൻ പറഞ്ഞില്ലേ, എന്തു പ്രശ്നമുണ്ടെങ്കിലും ആദ്യം കാണുന്ന പേര് നിൻ്റെ എന്നാ. അതുകൊണ്ടേ അച്ഛനൊരു കാര്യം പറയാം, ഇനി മേലെ അവന്മാരുടെ കൂടെയുള്ള കൂട്ട് വേണ്ട. ഞാൻ പോവും. കേവലം കുട്ടേട്ടാ, 2 കരിക്കിൻ ഷേക്ക്. കൂട്ടുകാരൻ വന്നില്ലടാ, ഇപ്പൊ വരും. ഓക്കേ. മറ്റു കൂടുതലായി കുട്ടേട്ടാ, 3 എടുത്തോ. എനിക്കൊന്നും വേണ്ട, ഞാൻ ഇല്ലടാ ഇനി നിൻ്റെ കൂടെ. എനിക്ക് ഇനിയെങ്കിലും മര്യാദയ്ക്കൊന്ന് പഠിക്കണം. നീ ഇനി എന്നെ വിളിക്കണ്ട. അച്ഛനെ, എടാ ഇതാ 2 കരിക്ക് ഷേക്ക്, ഒരെണ്ണം ഇപ്പൊ തരാം. എന്തായാലും നിനക്ക് എൻ്റെ ചേട്ടൻ്റെ അത്ര വെയിറ്റ് ഇല്ല, അതൊരു സൗകര്യമായി. അവന് ഹെഡ് വെയിറ്റ് ആണ് കൂടുതൽ. എന്നാലും അവ എന്താ എൻ്റെ അടുത്ത് മിണ്ടാത്തത്? അത് അച്ഛൻ പറഞ്ഞ് മിണ്ടരുതെന്ന്. പോടാ, അച്ഛൻ പറഞ്ഞ് മിണ്ടായിരിക്കില്ല. ഞാൻ മിണ്ടായിരുന്നില്ലല്ലോ. ഡേയ്, നീ ഇനി അവന്മാരുമായിട്ട് ചൊറിയാനും നിക്കണ്ടേട്ടാ. ഏയ്, ഞാനൊന്നും പോണില്ല. നീ വേറെ വള്ളികളൊന്നും വരാതിരുന്നാ മതി. നല്ല ആളും കിട്ടാ, ടിക്കറ്റ് കിട്ടും തോന്നുന്നില്ല. രാവിലെ ഇവിടെ ഒരുങ്ങി കെട്ടി വന്നിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് കിട്ടുകയും ചെയ്യും, സിനിമ കാണുകയും ചെയ്യും. ആ നിബ്രാസ് ഉണ്ടായിരുന്ന ടിക്കറ്റ് ഒക്കെ പുഷ്പം പോലെ എടുത്തത്. സത്യം, ഇയാൾ വെറുതെ ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞു നടക്കുന്നത്. ഇയാൾ രാവിലെ വിളിച്ചിട്ട് ടിക്കറ്റ് എടുത്തരാന്ന് പറഞ്ഞു. യവൻ ചുമ്മാ കോസ്റ്റ്യൂം മാത്രമേ ഉണ്ടാ, പിന്നെ അല്ലാതെ. നിന്റെ ചേട്ടനോട് വന്നിരുന്നെങ്കിൽ ഈ പടമൊന്നും ഇന്ന് കാണാൻ പറ്റില്ലായിരുന്നു. എന്തായാലും കറക്റ്റ് സമയത്ത് നീ അവരായിട്ടുള്ള കൂട്ടുവിട്ടല്ല. മോനെ ഒന്ന് മാറിക്കും മോനെ. ആശുപത്രി ടിക്കറ്റ് കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്റെ ഒറ്റ ഒരുക്കം കാരണമാണ്. എന്താ എനിക്ക് കണ്ണായിട്ട് കെഞ്ചാ വയ്യ. ആശ 1000 ചോരാ നോക്കട്ട് അവന്മാര്. ചേട്ടാ, പടം മോശം പറയാട്ടാ. ടിക്കറ്റ് തരുമോ? എന്ത് വേണം? 2 ടിക്കറ്റ് എടുത്ത് കൊടുത്താലോ? വേണോ? ചുമ്മാ നോക്കാം. ഇവിടെ 2 ടിക്കറ്റ് അല്ലേ, ഞങ്ങൾ എടുക്കണോ? വാങ്ങണോ? നല്ല സൂപ്പർ തിരക്ക്. ഷോട്ട് ഇന്നാ ടിക്കറ്റ് കിട്ടൂല. വാങ്ങാല്ലേ? വേണോന്ന് പറഞ്ഞു. 2 എടുത്തോ. പോപ്കോൺ ഞങ്ങൾ മേടിച്ചോളാം. അപ്പൊ മൊത്തം 4 ടിക്കറ്റ്. നമ്മളെന്തോ പിന്നെ ഇവിടെ വെള്ളമായിട്ട് പാർട്ടി പരിപാടിക്ക് വന്നേ. കൂട്ടുകാരാണ് ബ്രോ. ആ നമ്മുടെ കൂട്ടുകാരും ബാക്കിയൊക്കെ ഉണ്ടോ? പിന്നെ അമ്മ മുറുങ്ങാൻ നിൽക്കുന്ന ഇറ
നമ്മളാളാ അതിന് നീ ഏതാടാ? ഞാൻ നിന്റെ വാപ്പ ഞാൻ നിന്റെ കൊച്ചാപ്പ എന്റെ കൊച്ചാപ്പ എന്തിനടിയുടെ കിറുക്കടിച്ച് അവനെ എടുക്കും ഞാൻ. ഈ ചിലപ്പോ അവിടെ കണ്ടില്ലല്ലേ അമീനെ വീട്ടിലിരിക്കണ വാപ്പാക്കല്ലേ ഗൾഫിരിക്കണ നമ്മുടെ കൊച്ചാപ്പാക്കാണോ വിളിച്ചത് അവനെന്റെ കൊച്ചാപ്പയാ അവന് ഭ്രാന്ത മനസ്സിലായോ? അവന് സമന്തം തെറ്റി വിപുട്ടി കാണിച്ചതാ. അവൻ എന്നെങ്കിലും യൂണിപ്പോ ഊരു. അന്ന് ഞാൻ അവനെ ഊരു. സെൽഫി എടുക്കാം. മിണ്ടരുത്. നീ ഒറ്റക്കാരാ സ്ക്രീനിന്റെ അടി വന്നിരുന്ന് കാണ്ടി വന്നത്. ചേട്ടാ കഷ്ടപ്പെട്ടെങ്കിലും അകത്തേറ്റിയപ്പോഴത്തേക്ക് ഇതിപ്പോ വലിയ മനുഷ്യരെ നമുക്ക് വലുതായിട്ട് കണ്ടുകൂടെ? 10 തലമുറയ്ക്ക് ഞാൻ വിളിക്കും. അവന്മാരെത്തേരാറോ നമുക്ക് ടിക്കറ്റ് ഇട്ടാ ഏതാണ് അവന്മാര്? എനിക്കറിയാം അവന്മാരെ. നമ്മളോட സ്കൂളിലുള്ളതാ. ഒതുക്കത്ത് കിട്ടിയ പൊതിക്കാ അവന്മാരെ കൊടുക്കുന്നുണ്ട്. ഇപ്പം കഴുത്തി കയറി കെട്ടിട്ടാണ് അവസ്ഥയല്ലേ? അളിയന്റെ പെങ്ങളാണെന്ന് നീ അറിഞ്ഞില്ല. അതൊക്കെ മനോജ് സാർ വിളിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിട്ടുപോയി. സോറി ഒന്നും പറയണ്ടല്ലേ. ഈ സമയത്ത് ഓണാവില്ല. ലാലേട്ടന്റെ പടം വാ. മര്യാദക്ക് പടം കണ്ടോണം. ഇവിടെ കിടന്ന് ഷോ കാണിച്ച മുട്ടുകാലി ഞാൻ തല്ലി പിടിക്കും. ഇറങ്ങിപ്പോടാ പാണ്ടി കരിമ്പാറം. നിന്റെ തന്ത നിന്റെ മറ്റേ തന്ത. ഞങ്ങള് നിന്റെ ബാലൻസ് തന്തമാര്. ഇറങ്ങിപ്പോടാ നിന്റെ ആരടാ ബേളം വെച്ചേ? ആരടാ ബേളം വെച്ചെന്നാ? മിണ്ടായിരുന്ന സിനിമ കണ്ടിട്ട് പോക്കോണം നായിന്റെ മക്കളെ. നീ ഇവിടുന്ന് ഇറങ്ങിയാ നിന്റെ അമ്മയെ ഞാൻ കെട്ടി. ഇറങ്ങിയാ നീ എന്റെ മോൻ. സാർ ഇപ്പം പോരുത്. പോയി കഴിഞ്ഞാൽ അവന്മാര് പറയുന്നത് സത്യമാണെന്ന് വിചാരിക്കും. ആണോ? ഓ നിന്റെ അപ്പൂപ്പന്റെ കുടുക്ക നിന്റെ തന്തയുടെ കിണ്ടി. എന്റെ ഒരു കിട്ടുന്ന സാധനമാണ് കേട്ടോ. നിന്റെ ഉപ്പമാടെ അവലൂസ് പണി. നിന്റെ അച്ഛന്റെ ഉച്ചി. ആരാ അച്ഛനെ വിളിച്ചത്? ആരാ അത്? എന്തിനടാ ഇങ്ങനെ മോശം വാക്കൊക്കെ ഉപയോഗിക്കുന്നേ? അത് സാറിന് വിഷമാവില്ലേ? ഒന്നുമില്ലല്ലോ, അദ്ദേഹം ഒരു പോലീസുകാരനല്ലടാ. സത്യം. ദയവേത് ഞാൻ പിന്നെയും പറയാണ്, ഇവിടെ ഫാമിലീസ് ഒക്കെ ഉള്ള പ്ലീസ് അസഭ്യം പറയരുതേ. ഇതെന്റെ അപേക്ഷയാണ്. കാവലാണ് കാക്കി, അത് മറക്കരുത്. നമ്മളവരെ ബഹുമാനിക്കണം, അപമാനിക്കരുത്. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്. പിടിക്കടോ. അപ്പൊ ഇലുമിനാന്റിയോ? അതൊക്കെ ഒരു വലിയൊരു സംഭവം. നിങ്ങൾക്ക് അറിയത്തില്ല. ഹരോൾഡ് പേര് തുടങ്ങിയ സംഭവം ഇതൊക്കെ. കുടുംബം അങ്ങനെയല്ല സാറേ. ഞാൻ ചീത്ത വിളിക്കുന്ന കുടുംബത്തിൽ നിന്ന് വന്നതല്ല സാറേ. സാറേ എന്റെ കൊച്ചാപ്പയാണ് സത്യം സാറേ. ഞാനല്ല സാറേ. എന്റെ മുഖം കണ്ടാ അങ്ങനെ തോന്നുന്നതേ ഉള്ളൂ. മുടി കെട്ടിയേക്കുന്നതാ ഭംഗി. പെങ്ങളെ അല എന്തിയേ? പെങ്ങളാ? ഇനിയിപ്പോ എന്തായാലും 2 ദിവസം റെസ്റ്റ് എടുക്കട്ടെ. അത് കഴിഞ്ഞ് വിട്ടാ മതി. നമ്മളറിയാത്ത എന്തോ ഒരു അസുഖങ്ങൾക്കുണ്ടല്ലോ. എന്ത്? എല്ലാ മാസവും ഇതേ സമയം അവൾ അമ്മ നമ്മളെ വിളിച്ചു പോകും. അതുകൊണ്ടായിരിക്കും അല്ലേ അവൾ നിന്നെ ഇഷ്ടമാണെന്ന് പറയാത്ത? സത്യം. ഓ, ഇതുപോലൊരു പെൻസിൽ വിഴുങ്ങി കഴിഞ്ഞു.
പോടാ അങ്ങോട്ട് എന്റെ ഹെഡ്സെറ്റ് വെച്ചിട്ടാ പോടാ നിനക്ക് ചുണയുണ്ട് അവൾക്ക് പോയി ഇഷ്ടമാണെന്ന് പറയാൻ. ഉണക്കൊന്നും ഒരു കുറവില്ല. എനിക്ക് കുണയ്ക്കാതെ പോയി ഇഷ്ടമാണെന്ന് പറയടാ. എന്തിനാ സാറേ ചുമ്മാ പിള്ളേരിങ്ങനെ തല്ലുന്നതെന്ന്? യമാരൊക്കെ നന്നാവണമെങ്കിലേ എല്ലാവരും